നീറ്റ് 2025 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ദുബായിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓഫ്ലൈനായിട്ട് നിരന്തരം നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള പരീക്ഷകൾ എഴുതി തയ്യാറെടുക്കുന്നതിന് വേണ്ടി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ആരംഭിച്ച പ്രോഗ്രാമാണ് ബ്രില്യൻറ്റ് ദുബായ് ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള പരീക്ഷകൾ, അതായത് നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ഓഫ്ലൈൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ദുബായിൽ ഇരുന്ന് തന്നെ, ദുബായിലെ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രില്യൻറ്റ് ദുബായ് ടെസ്റ്റ് സീരീസിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റ് മുഖേന തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി ബ്രില്യൻറ്റ് പാല എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരും. brilliantpala.org. നമ്മളെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ്. ആ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ മൗസ് പോയിൻ്റർ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ താഴെ തന്നെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ BTS ദുബായ് നീറ്റ് 2025 എന്ന് പറയുന്ന ഓപ്ഷൻ വരും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇതാണ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. കോഴ്സിൻ്റെ ബ്രോഷർ ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഓപ്പണായി വരികയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻറ്റ് ID-യും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ നേരത്തെ ബ്രില്യൻറ്റിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്റ്റുഡൻറ്റ് ID-യും പാസ്വേഡും കാണും. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അപ്പോൾ ഇതിന് താഴെ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുക്കുകയാണ്, ഫോൺ നമ്പർ, അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ഏത് ക്ലാസ്സാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ BTS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് അവൈലബിൾ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ സൈഡിലത്തെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ കോഴ്സസിനകത്ത് വന്നിട്ട് നമുക്ക് അവൈലബിൾ കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് നീറ്റ് 2025 ഉണ്ട്. അതല്ല, എക്സാം പ്രിപ്പറേഷൻ ഫോർ നീറ്റ് ടെസ്റ്റ് സീരീസ് 2025 ദുബായ് സിംഗിൾ എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും, അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ ഫോർ നീറ്റ് ടെസ്റ്റ് സീരീസ് 2025 ദുബായ് കോംബോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ബ്രോഷർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് പ്രോഗ്രാമിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സിംഗിൾ എക്സാമുമായിട്ട് എഴുതുക, അതുപോലെ തന്നെ കോംബോ ആയിട്ട് എഴുതുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കോംബോയുടെയാണ് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോംബോയുടെ അവിടെ കൊണ്ടുപോയി എൻറോൾ നൗ കൊടുക്കുകയാണ്. എൻറോൾ നൗ കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും സെലക്ട് സെൻറ്റർ, ഏതാണ് സെൻറ്ററാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് സെലക്ട് സെൻറ്റർ കൊടുത്തു കഴിയുമ്പോൾ ദുബായ് BTS മെഗാ, ദുബായ് BTS സ്പെഷ്യൽ, ദുബായ് BTS സൂപ്പർ എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ BTS മെഗായാണ് സെലക്ട് ചെയ്യുന്നത്. സെപ്റ്റംബറിലാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ പ്രിഫേർഡ് ബാച്ച് എന്നുള്ളത് സെപ്റ്റംബർ 2024 കൊടുക്കുന്നു. റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. അപ്പോൾ ആ ഒരു ബോക്സിനകത്ത് ഹൗ ഡിഡ് യു നോ അബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ തൽക്കാലത്തേക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കൊടുക്കുകയാണ്, കൺഫേം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സക്സസ്ഫുള്ളായി. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് മൈ പ്രൊഫൈലിലേക്കാണ്, ഓട്ടോമാറ്റിക്കായിട്ട് മൈ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാനുള്ള നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അത് ഏറ്റവും അവസാനമാണ് കോഴ്സ് പേയ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മുടെ കോഴ്സ് പേയ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പകരം പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. അത് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ആവുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ആൻഡ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും.
ആവശ്യമുള്ള പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. അങ്ങനെ പ്രൊഫൈൽ ഫോട്ടോ പ്രോസസ്സിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, പേര്, അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോൺടാക്ട് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹൗസ് നെയിം, അപ്പാർട്ട്മെൻറ്റ് നെയിം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, പിൻകോഡ്, ഗാർഡിയൻ നെയിം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പേ ഓൺലൈൻ നമ്മൾ കൊടുക്കുകയാണ്. പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾ പേ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പേജ് ആയിരിക്കും പിന്നീട് ഓപ്പണായി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്കും വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ടീം നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ബ്രില്യൻറ്റ് ദുബായ് ടെസ്റ്റ് സീരീസിൻ്റെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ഉള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അതിനായി നിങ്ങൾ വേറെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ brilliantpala.org എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബ്രോഷർ പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ അതിലൊരു കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.